നമസ്കാരം. കുണ്ടന്നൂരിൽ ഇന്നലെ പിടിയിലായ സന്തോഷ് സെൽവം കുറുവ സംഘാംഗം തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണ് ആലപ്പുഴ പോലീസ്. ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. തലക്കെട്ടു. കുറുവ ഭീതിയിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകൾ. 3 അംഗ സംഘത്തെ ആലപ്പുഴ പോലീസ് ചോദ്യം ചെയ്യുന്നു. സന്തോഷ് സെൽവം കുറുവ സംഘാംഗം തന്നെയെന്ന് സ്ഥിരീകരണം. 12 പേർ സംഘത്തിലുണ്ടെന്ന് പോലീസ്. സന്തോഷുമായി ബന്ധമില്ലെന്ന് മണികണ്ഠന്റെ കുടുംബം. കോഴിക്കോട്ടെ UDF ഹർത്താലിൽ വ്യാപക സംഘർഷം. ബസ്സുകൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികൾ. കടകൾ ബലമായി അടപ്പിച്ചു. പോലീസിന് നേരെയും പ്രതിഷേധം. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നിയമവഴിയിലേക്ക് കോൺഗ്രസ്. വയനാട് സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദുരിതത്തിൽ. കേന്ദ്ര സഹായം വൈകുന്നതും പുനരധിവാസം സാധ്യമാകാത്തതും പ്രതിസന്ധി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യം. കോന്നി അച്ചൻകോവിൽ റോഡിൽ യാത്രാ ദുരിതം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചപ്പാത്തുകൾ തകർന്നത് പ്രതിസന്ധിക്ക് കാരണം. ശബരിമല തീർത്ഥാടകരും പ്രദേശവാസികളും ദുരിതത്തിൽ. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവ സംഘാംഗം തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. പോലീസിന്റെ ആദ്യ സ്ഥിരീകരണം, ഡിവൈഎസ്പിയുടെ ആദ്യ ബൈറ്റ് ന്യൂസ് 18 കേരളത്തിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മുമ്പ് കോട്ടയം പാലായിൽ മോഷണ കേസിൽ പിടിയിലായ സന്തോഷ് കുറുവ സംഘാംഗം എന്ന് രാമപുരം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. സന്തോഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് മാസങ്ങൾക്ക് മുമ്പാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ എത്തിയത് പാലായിൽ നിന്ന് ഈ സംഘം തന്നെ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 12 പേർ സംഘത്തിലുണ്ടെന്ന് ഡിവൈഎസ്പി മധു ബാബു ന്യൂസ് 18നോട് പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരാളുടെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അക്യൂസ്ഡ് ഉണ്ട്. അയാളുടെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് കേസുകളുണ്ട്. സന്തോഷ് തന്നെ അയാളെ ചോദ്യം ചെയ്യലിലൂടെ പറയുന്നത് തനിക്ക് 30ഓളം കേസുകൾ ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ സമാഹരിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് ഇത് പ്രശ്നമാണ് എന്നുള്ളതാണല്ലോ ഫാമിലി പറയുന്നത്. അവർ പറയുന്നത് പോലീസ് മനഃപൂർവ്വം ഉൾപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അവരവിടെ വന്നിട്ടുണ്ട് മണ്ണഞ്ചേരി സ്റ്റേഷനിൽ. അല്ല, നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 12ഓളം ഇടങ്ങളിൽ പല ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രവിശ്യയിൽ നിവസിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്ത് മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ആണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യത്തെ പറ്റി കൂടുതൽ നമുക്ക് സംശയം ബലപ്പെടുകയും അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയും ദൃശ്യങ്ങൾ മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. ആ ഒരു വ്യക്തതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയി ചെയ്തു, പ്രതികളെ അവിടെ കൊണ്ടുപോയോ? ഈ മോഷണം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയോ? ഇന്ന് പുലർച്ചെ നമ്മൾ അവിടെ കൊണ്ടുപോയി അത് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. വെരിഫൈ ചെയ്തു. അപ്പൊ ഈ സന്തോഷിന്റെ പങ്കുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണികണ്ഠന്റെ റോഡ് എന്താണ്? മണികണ്ഠൻ റോഡ് ഇയാളുടെ കൂടെ ഇന്നലെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അയാളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കും. ഈ കൂടുതൽ ആളുകളുണ്ടോ സാർ? 25ഓളം ആളുകളുണ്ട് കുറുവ സംഘത്തിൽ എന്നാണ് പറയുന്നത്. പറവൂർ എത്തിയതും ഈ പുന്നപ്പുറ എത്തിയതും വ്യത്യസ്ത ആളുകളാണെന്നാണല്ലോ. അവരൊരു 10-12ഓളം ആളുകൾ വന്നതിന് ശേഷം പല ഇതായിട്ട് പിരിഞ്ഞതാണ്, പല ഗ്രൂപ്പായിട്ട് പിരിഞ്ഞതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. അത് ആലപ്പുഴ ജില്ലയിൽ തന്നെ 2 സ്ഥലങ്ങളിലായിട്ടൊക്കെ അവർ മാറി. അവരുടെ ഇടയിൽ തന്നെ ചില സ്പർദ്ധകൾ ഉണ്ടായെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുറച്ച് പേര് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പിടിയിലായിട്ടുള്ള സംഘങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. കൂടുതൽ പേരുണ്ട് അല്ലേ? അതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. അതായത് കൂടുതൽ പേർ ഉണ്ട് കുറുവ സംഘത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 12ഓളം പേർ ഉണ്ട്. ഒപ്പം തന്നെ സന്തോഷ് ഇവിടെ മണ്ണഞ്ചേരിയിൽ എത്തി എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷിനെ കൊണ്ടുപോയി ഇന്നലെ ഈ മോഷണം നടന്ന സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുറുവ സംഘത്തിൽ 12ഓളം അംഗങ്ങൾ ഉണ്ട് എന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിയുടെ ആദ്യ പ്രതികരണം ലഭ്യമായിരിക്കുകയാണ് ന്യൂസ് 18. പിടിയിലായ സന്തോഷ് സെൽവം ഈ കുറുവ സംഘത്തിൽപ്പെട്ട ആൾ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേസമയം പോലീസ് പിടികൂടിയ മണികണ്ഠനും സന്തോഷും സുഹൃത്തുക്കളല്ലെന്ന് മണികണ്ഠന്റെ കുടുംബാംഗം പറയുന്നു. മണികണ്ഠൻ നിരപരാധിയാണെന്നും അവർ പറയുകയാണ്. സന്തോഷ് 8 മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് സന്തോഷിന്റെ മാതാവ് അതേസമയം പറഞ്ഞു. പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 3 ദിവസമായി
ഈ സന്തോഷം മണികണ്ഠനുമായിട്ട് എത്ര നാളായി സുഹൃത്തുക്കളാ? അല്ല. ഈ സന്തോഷ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അവർ ഇവിടെ തന്നെ താമസിക്കും, കുണ്ടന്നൂർ തന്നെ താമസിക്കും. സന്തോഷ് ഞങ്ങള് മൊത്തമായിട്ട് മൂന്ന് ദിവസമായി. എന്റെ അനിയത്തിന്റെ ഈ സന്തോഷ് സന്തോഷ് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കുണ്ടന്നൂർ വന്നിട്ട് എത്ര മാസമായി? 2-3 മാസമായി. 2-3 മാസമായിട്ടുള്ളൂ. നേരത്തെ ആലപ്പുഴ കേസുണ്ട്, കയ്യെഴുത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കേസുണ്ട്. ഉള്ളവരൊക്കെ പോയി. ഇന്നലെ 3-4 പേർ പിടിച്ചായിരുന്നു, പിടിച്ച് വിട്ടു പോലീസുകാർ. സന്തോഷ് മാത്രമാണോ വന്നത്? സന്തോഷ് മാത്രമാണോ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത്? ആ സന്തോഷം ഇപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങളെ വന്നത്. അല്ല, 2 മാസം മുമ്പ് വന്നപ്പോ സന്തോഷം മാത്രമല്ലായിരുന്നു നിങ്ങളുടെ? ഭാര്യ മക്കൾ മീനെ പിടിക്കാൻ വന്നത്. മീനെ പിടിക്കാൻ എത്ര നാളാச்சு? 2-3 നാളാச்சு. 2-3 നാളാச்சு. மணிகண்டன் இந்த வேலை பண்ணாரு? வேற எந்த வேலையும் பண்ணாது. மீனை பிடிக்கும், வேற எந்த வேலை தெரியாது. தமிழ்நாட்டுல வந்து இதுக்கு முன்னே சிமெண்ட் பேட்டில் வேலை பார்த்துட்டு இருந்தேன். മാസം 10,000 രൂപ ശമ്പളം. ഈ സന്തോഷം അവിടെ വന്നിട്ട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴയിലും എറണാകുളത്തും ഭീതി പരത്തിയ കുറുവ സംഘത്തിലെ അംഗം തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള സന്തോഷ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്? തീർച്ചയായിട്ടും അത്തരത്തിലൊരു സ്ഥിരീകരണം, ആദ്യ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ട്. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവാണ് അക്കാര്യം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സന്തോഷ് സെൽവം കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണഞ്ചേരിയും കോമളപുരവും അടക്കമുള്ള മേഖലകളിൽ മോഷണം നടത്തിയ കുറുവ സംഘത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭിച്ച ആളാണ് സന്തോഷ് എന്നുള്ള ആദ്യ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ വ്യക്തമാക്കുന്നത് മണികണ്ഠന്റെ റോൾ എന്താണ് എന്നുള്ളത് പരിശോധിച്ചു വരിക മാത്രമാണ്. അതേസമയം സന്തോഷെ സംബന്ധിച്ച് യാതൊരുവിധ സംശയവുമില്ല, സന്തോഷ് അത്തരത്തിൽ ഈ മോഷണ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം, കുറുവ സംഘം അംഗമാണ് എന്നുള്ള ആദ്യ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സന്തോഷ് കഴിഞ്ഞ 2 വർഷം മുമ്പ് താമസിക്കുന്നത് പാലയിലാണ്. സന്തോഷിന്റെ കുടുംബവും 2 വർഷക്കാലം പാലയിൽ താമസിച്ചു. അവിടെ 8ഓളം കേസുകൾ പ്രതിയാണ് എന്നുള്ളതാണ്. അത് സന്തോഷ് മാത്രമല്ല, സന്തോഷിന്റെ ഭാര്യയും അമ്മയും അടക്കമുള്ള ആളുകൾ കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു വ്യക്തമാക്കിയത് 30ഓളം കേസുകൾ താൻ പ്രതിയാണ് എന്ന് സന്തോഷ് പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തമിഴ്നാട്ടിലും ഇവിടെ നിന്നുള്ള സംഘം തമിഴ്നാട്ടിലും അന്വേഷണ സംഘം പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറുവ സംഘം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റ ആൾ അല്ലെങ്കിൽ ഈ 2 പേരടങ്ങുന്ന ടീം മാത്രമല്ല എന്നുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആലപ്പുഴ ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ മാത്രം 12ഓളം പേർ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. പല സംഘങ്ങളായി എത്തി അവർ പലയിടത്തായി തിരിഞ്ഞാണ് മോഷണം നടത്തുന്നത്. മണ്ണഞ്ചേരിയിൽ എത്തിയവരല്ല, പുന്നപ്രയിൽ എത്തിയതും തൂക്കുകുളത്ത് എത്തിയതും എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. കോട്ടയത്തും കൊച്ചിയിലുമടക്കം പറവൂരിലുമടക്കം മോഷണം നടത്തിയ ആളുകൾ ഈ സംഘത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല ഈ കുറുവ സംഘാംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ എത്തിയ കുറുവ സംഘങ്ങൾക്കിടയിൽ ഒരു സംഘർഷ സാഹചര്യം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരവും ഒക്കെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും നടത്തിയ മോഷണങ്ങൾ, ഒക്ടോബർ 30-ന് ശേഷം നടന്ന മോഷണങ്ങളിൽ മുഖ്യ അതിനകത്ത് പങ്കുള്ള ആളാണ് സന്തോഷ് സെൽവം എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. ചോദ്യം ചെയ്യൽ 30ഓളം കേസുകൾ സന്തോഷ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സന്തോഷ് തന്നെ പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു, ആ ഈ പ്രതികളെ ഇന്നലെ രാത്രിയാണ് പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. അതിനുശേഷം പിന്നീട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായി ഇവരെ മാറ്റി. എന്നാൽ ഇന്നലെ അവരെ പോലീസിന് കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ നാടോടി സ്ത്രീകളടക്കമുള്ള ആളുകളുമായി ചേർന്നിട്ട് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുകയും പ്രതി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു. അതിന് സമാനമായ നാടകീയ സാഹചര്യങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായി. അതായത് കൈക്കുഞ്ഞുമൊക്കെയായി ഈ സ്ത്രീകൾ അവിടേക്ക്, സന്തോഷിന്റെയും ഒപ്പം തന്നെ മണികണ്ഠന്റെയും ഭാര്യയും അമ്മയും അടക്കം ഉള്ള സ്ത്രീകൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവര് തങ്ങളുടെ ഭർത്താക്കന്മാർ നിരപരാധികളാണെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തുടർ അന്വേഷണം
നമ്മൾ മറ്റു കാര്യങ്ങൾ അവരോട് അന്വേഷിച്ചപ്പോൾ ഈ സ്ത്രീകൾ തന്നെ 8ഓളം കേസുകൾ അവരും പ്രതികളാണ് എന്നുള്ളത്. പാളയിൽ താമസിച്ചിരുന്ന കാലത്തടക്കം നിരവധി മോഷണ കേസുകൾ ഈ സ്ത്രീകൾ ഉൾപ്പെടെ ഇവരുടെ ഭാര്യമാരുൾപ്പെടെ പ്രതികളാണ് എന്നുള്ളത് അവർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, പാലയിൽ നിന്നും കുണ്ടന്നൂരിലേക്ക് സന്തോഷ എത്തിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് മണികണ്ഠന്റെ കുടുംബവും പറയുന്നത്. അതിനുശേഷമാണ് മണികണ്ഠനുമായി അവിടെ മത്സ്യബന്ധനം നടത്തിയിരുന്ന മണികണ്ഠനുമായി ഇവർക്ക് അടുപ്പം സ്ഥാപിക്കുന്നത്. അത് മാത്രമല്ല ഈ പാലയിൽ നിന്ന് മോഷണ കേസിൽ ജയിൽ മോചിതനായി 3 മാസത്തോളമേ ആകുന്നുള്ളൂ സന്തോഷ് സെൽവം എന്നുള്ളതാണ്. അതിനുശേഷമാണ് കുണ്ടന്നൂരിലെത്തുകയും മണ്ണഞ്ചേരിയിലെ മോഷണ പരമ്പരകളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ആര്യ, തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കുറുവ സംഘവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായിട്ടുള്ള സന്തോഷ് സെൽവം കുറുവ സംഘാംഗം തന്നെ എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഡിവൈഎസ്പി ന്യൂസ് 18നോട് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. 12 പേരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഇവർ പല മേഖലകളിലായി മോഷണവും അക്രമവും നടത്തുന്നു എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും സന്തോഷിനെയും മണികണ്ഠനെയും ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ. മുക്കത്ത് ഹർത്താൽ അനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചയാളെ പ്രവർത്തകർ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. ഹർത്താൽ അനുകൂലികൾ കട അടപ്പിച്ചു. സംഘർഷ സമാനമായ സാഹചര്യമാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. ബലമായി കടകൾ അടപ്പിക്കുന്ന സാഹചര്യം. സ്വകാര്യ വാഹനങ്ങളും KSRTC ബസ്സും ഒക്കെ ഹർത്താൽ അനുകൂലികൾ അടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. യാത്രക്കാർ പെരുവഴിയിലായ സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് UDF അവിടെ ഹർത്താലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സഹായത്തോടെ CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാണ് കോൺഗ്രസ് ആരോപണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. രാഷ്ട്രീയപരമായി നേഹരായും നേരിടും. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും, ഒരു സംശയവുമില്ല. നിങ്ങളിത് കണ്ടില്ലേ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടുത്തൊന്നും കേട്ടുകളില്ലാത്ത പണ്ട് കണ്ണൂരിൽ നടക്കുന്ന രീതിയാണ് കോഴിക്കോട് വായിപ്പിച്ചത്. ഇതിന് CPM-നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ഭരിക്കുന്ന സംഘടനയെ കൊണ്ടും ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും മറുപടി പറയിച്ചിട്ടേ കോൺഗ്രസിന് വിഷയമുള്ളൂ. MS അനീഷ് കുമാർ കൂടി ചേരുകയാണ്. അനീഷ്, സംഘർഷ സമാനമായ സാഹചര്യം പല ഘട്ടത്തിലും കോഴിക്കോട് നഗരത്തിൽ നമ്മൾ കണ്ടു. പോലീസിന് നേരെ പോലും പ്രതിഷേധം ഉയർന്ന സാഹചര്യം. സ്വകാര്യ വാഹനങ്ങളും KSRTC ബസ്സും അടക്കം തടഞ്ഞു. കടകൾ ബലമായി അടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ശക്തമായി തന്നെ സമര അനുകൂലികൾ തെരുവിൽ പ്രതിഷേധമുയർത്തുകയാണോ? തീർച്ചയായും ചേവായൂർ ഇന്നലെ നടന്ന സംഘർഷത്തിന്റെ ഒരു തുടർച്ച എന്ന വണ്ണം വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. കാരണം രാവിലെ ഹർത്താൽ പ്രഖ്യാപിച്ചെങ്കിലും സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുന്ന സാഹചര്യമാണ് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരുന്നത്. ഒപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും ഹർത്താലിനോട് സഹകരിക്കില്ല, കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കടകൾ പരക്കെ തുറന്നിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു ദിവസമാണ്. അതൊഴിവാക്കിയുള്ള മറ്റു കടകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമായി മുന്നേറുന്ന സാഹചര്യവും. ഗ്രാമപ്രദേശങ്ങളിൽ രാവിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തിറങ്ങുകയും കടകൾ ബലമായി അടപ്പിക്കുകയും വാഹന ഗതാഗതം തടയുകയും ചെയ്തു. എന്തായാലും കോഴിക്കോട് നഗരത്തിൽ 10 മണിക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താൽ അനുകൂലികൾ പ്രകടനമായി എത്തുകയും വാഹന ഗതാഗതം നിരോധിക്കുകയും അല്ലെങ്കിൽ വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് പിന്നീട് കടകൾ ഓരോ ഇടത്തായി തുറന്നു വെച്ച കടകളിലെല്ലാം കയറി വലിയ ഭീഷണി മുഴക്കുകയും അവരോട് ഹർത്താലിനോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥന നടത്തുകയും ഒക്കെ ചെയ്ത് പിന്നീട് ബസ് സ്റ്റാൻഡിലടക്കം എത്തി ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തീർന്നു. ഇതിനിടയ്ക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ പലവട്ടം നേർക്കുനേർ വരികയും ചെയ്തു. പോലീസിനെതിരെ വളരെ രൂക്ഷമായ മുദ്രാവാക്യം വിളികളും പ്രകോപന മുദ്രാവാക്യങ്ങളുമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കാരണം ഇന്നലെ ചേവായൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രവർത്തകരുടെ യാതൊരു അഭ്യർത്ഥനയും മാനിച്ചില്ല. പോലീസ് നോക്കി നിൽക്കെയാണ് പ്രവർത്തകരെ CPM പ്രവർത്തകർ വളരെ ക്രൂരമായി മർദ്ദിച്ചത് എന്ന്
കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. 5 പ്രവർത്തകർ ആശുപത്രിയിലുണ്ട്, 3 വനിതാ പ്രവർത്തകർ ആശുപത്രിയിലുണ്ട്. ഇത്രയധികം പരിക്ക് തങ്ങളുടെ പ്രവർത്തകർക്ക് പറ്റിയിട്ടും പോലീസ് നോക്കുകുത്തിയായി കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് അവിടെ ഉണ്ടായത് എന്നാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്തിനാണ് പോലീസിന്റെ സാന്നിധ്യം നഗരത്തിലെന്ന ചോദ്യവും അവർ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ പല സമയത്തും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് സംഘർഷം ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇന്നത്തെ രാഷ്ട്രീയ സമരവുമായി ഒരു വശത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെ കോൺഗ്രസ് പറയുമ്പോൾ, മറുവശത്ത് നിയമപരമായ എല്ലാ നടപടികളും ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിൽ പാർട്ടി സ്വീകരിക്കുമെന്നാണ് DCC പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. നാളെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ സമീപിക്കും. ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തങ്ങളുടെ പ്രവർത്തകരെ ഒരു തരത്തിലും വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. 100 കണക്കിന് കള്ളവോട്ടുകളാണ് CPM പ്രവർത്തകർ ചെയ്തത് എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. എന്തായാലും 61 വർഷം നീണ്ട കോൺഗ്രസ് ഭരണത്തിലാണ് ചേവായൂർ സഹകരണ ബാങ്കിൽ അറുതിയായിരിക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ ഭാഗമായിരുന്ന പ്രവർത്തകർ വിമതരായി മാറുകയും പിന്നീട് ആ വിമതർക്ക് CPM പിന്തുണ നൽകുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതാണ്ട് 250 കോടിയിലധികം രൂപ വായ്പ മാത്രം നൽകിയ ആസ്തികൾ ഏതാണ്ട് 300 കോടിയിലധികം രൂപകളുള്ള നിരവധി സൂപ്പർ മാർക്കറ്റുകളും മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ സ്വന്തമായുള്ള ഒരു ബാങ്കിന് വേണ്ടി, ജില്ലയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ബാങ്കിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഇന്നലെ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്കും രാഷ്ട്രീയ യുദ്ധത്തിലേക്കും നീങ്ങും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോഴിക്കോട് നഗരത്തെ നിശ്ചലമാക്കിക്കൊണ്ട് ഹർത്താലുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക്. ഇതര സംസ്ഥാന തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്ന കോന്നി അച്ചൻകോവിൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിൽ. വനത്തിലൂടെ കടന്നു പോകുന്ന റോഡിലെ 2 ചപ്പാത്തുകൾ തകർന്നതാണ് വാഹന ഗതാഗതം തടസ്സപ്പെടാൻ കാരണം. ഗതാഗതം തടസ്സപ്പെട്ടതോടെ അച്ചൻകോവിൽ, ആവണിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രദേശവാസികളും ആദിവാസികളും വലിയ യാത്രാ ദുരിതത്തിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പ്രധാനമായും കോന്നി, കല്ലേലി, അച്ചൻകോവിൽ കാനനപാതയെ ഏറെയും ആശ്രയിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദീർഘദൂരം സഞ്ചരിക്കാതെ ശബരിമലയിൽ എത്താൻ കഴിയുന്ന പ്രധാന റോഡാണിത്. എന്നാൽ കനത്ത മഴയിൽ റോഡിലെ 2 ചപ്പാത്തുകൾ ഒലിച്ചുപോയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. ഈ റോഡ് മൊത്തം തരിപ്പണ ഒരു 14-15 കിലോമീറ്റർ ഉണ്ട്, മൊത്തം തകർന്ന് കിടക്കുക. പക്ഷേ ഇതിലെ ഈ അച്ചൻകോവ് ഈ ശബരിമലയ്ക്ക് പോകാനെ കൊണ്ട് ഒരുപാട് ജനങ്ങൾ, സ്വാമിമാർ ഇതുവഴിയാണ് നടന്നു വരുന്നത്. അലിമുക്ക് വഴിയൊക്കെ ഒരുപാട് ദൂരെ കൂടി ഇതുവഴി ഒരുപാട് എളുപ്പമാണ്. എല്ലാം ഇതുവഴി നല്ല വെള്ളവും ഒക്കെ സൗകര്യവും അനുസരിച്ച് കുടിച്ച് പറക്കി വരാനൊക്കെ സൗകര്യമുണ്ട്. പക്ഷേ റോഡെല്ലാം തകർന്ന് കിടക്കുന്ന കാരണം വണ്ടികളൊന്നും വരത്തില്ല. സ്വാമിമാരും തന്നെ വരുന്ന വലിയ പാടുപെട്ടാണ് വരുന്നത്. മൊത്തം കാലിൻ്റെ വെള്ളയെല്ലാം മൊത്തം എല്ലാം ഒരു റോഡിന് നടുക്ക് മൊത്തം വാഴ വെച്ച് പിടിപ്പിക്കാം, അതുപോലെ സംവിധാനത്തിൽ കിടക്കുക. തകർച്ചയിലായ റോഡിന്റെ 15 കിലോമീറ്റർ ഭാഗം കുണ്ടും കുഴിയും നിറഞ്ഞതോടെ കാൽനടയാത്രയും ദുരിതമാണ്. മാസങ്ങളായി ഗതാഗതം തടസ്സപ്പെട്ടതോടെ അച്ചൻകോവിലിലെ പ്രദേശവാസികളും ആദിവാസികളും വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. ആവണിപ്പാറയിലുള്ളവർക്കൊക്കെ ഇതിലേ വരാനെ കൊണ്ട് ഭയങ്കര പാടാ, റോഡ് ബുദ്ധിമുട്ടാ. അപ്പുറത്തൂടെ പോണെങ്കിൽ ഇരട്ടി വണ്ടി വാടക പോലെ. ഒന്ന് സുഖമില്ലാതായെങ്കിലും പെട്ടെന്ന് ആശുപത്രി കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. പുതിയ ചപ്പാത്തും പാലങ്ങളും നിർമ്മിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ 25 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ മാത്രം ഇനിയും ഉണ്ടായിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി മൂലമറ്റം കോട്ടമല റോഡ് അത്ഭുത ഇടനാഴിയാണ്. ഇതുവഴി പോയാൽ എറണാകുളത്ത് നിന്നും തേക്കടിക്കുള്ള ദൂരത്തിൽ 40 കിലോമീറ്ററിന്റെ കുറവുണ്ട്. തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള ദൂരത്തിലാകട്ടെ 20 കിലോമീറ്ററാണ് ലാഭം. എന്നാൽ 1.5 കിലോമീറ്ററിൽ താഴെ മാത്രം ടാറിംഗ് നടത്തിയാൽ മാത്രമേ ഈ പാതയുടെ ഗുണം ലഭ്യമാകൂ. മൂലമറ്റം കോട്ടമല റോഡിൽ മേമുട്ടം ജംഗ്ഷൻ വരെ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഉളുപ്പുണ്ണി ഭാഗത്തേക്കുള്ള ടാറിംഗ് പണികൾ എങ്ങും എത്തിയിട്ടില്ല. മൂലമറ്റം കോട്ടമല റോഡിന്റെ അവസാന ഭാഗം പൂർത്തീകരിക്കുന്നതിനായി 2 കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കിയത്. കാർഷിക, ടൂറിസം, വ്യാപാര മേഖലകളുടെ വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കാനാകുന്ന റോഡ് തുറന്നു കിട്ടണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ്. ഒരുപാട് കാലം ഞങ്ങൾ അനുഭവിച്ചു. ഒരു 5 വർഷം തോളം അടുത്ത് ഈ വഴി ഇവിടെ കടന്നുപോയി.
അത് കഴിഞ്ഞാണ് ഇതിൻ്റെ ഈ കെട്ട് കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടുന്ന് കയറി പോകാൻ ഈ ഉളുപ്പുണി കോട്ടമലയ്ക്ക് പോകാനായിട്ട് ഉളുപ്പുണി കയറാനായിട്ട് ഒരു 1.5 കിലോമീറ്റർ ടാറിങ് ചെയ്യാനുണ്ട്. ആ ടാറിങ് ഒന്ന് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ അകത്ത് കോട്ടമലയ്ക്ക് പോകാനോ ഉള്ള ബാക്കി അനുമതിയും കൂടെ ഞങ്ങൾക്കൊന്ന് അനുവദിച്ചു തരണം. നിലവിൽ ജീപ്പും ഇരുചക്ര വാഹനങ്ങളും അടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. വാഗമൺ ഉളുപ്പുണ്ണി ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പം എത്താവുന്ന പാത കൂടിയാണിത്. ഏറ്റവും ഉളുപ്പുണിയിൽ എന്ന് പറഞ്ഞൊരു ടൂറിസം മേഖലയാണ്. വാഗമണിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് കാണുന്നത് ഉളുപ്പുണി എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ ടാറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉളുപ്പുണി നിവാസികളായ പോലും ചോറ്റുപാറ എന്നൊരു 4 കിലോമീറ്റർ എല്ലാവരും കൂടെ പിരിവിട്ടാണ് ടാർ ചെയ്ത് ഇപ്പോൾ ജനസഞ്ചാര യോഗ്യമാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ യോഗ്യമാക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഏകദേശം 1.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇനി പണി പൂർത്തിയാകാനുള്ളത്. നിർമ്മാണം പൂർത്തിയായാൽ ഹൈറേഞ്ചിലെ പല സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താനാകും. ന്യൂസ് 18 ഇടുക്കി. ശബരിമലയിൽ KSRTC ബസ് കത്തി നശിച്ചു. പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോയ ബസ്സാണ് കത്തിയത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. തിരുവനന്തപുരം കിളിമാനൂരിൽ വനിതാ പഞ്ചായത്ത് അംഗത്തിനെ പാറക്വാറി പാർട്ട്ണർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗം സുമാ സുനിലിനാണ് പരാതി നൽകിയത്. മൈത്രി ഗ്രാനൈറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ പാർട്ട്ണർ ഗോപിനാഥക്കുറുപ്പാണ് വാട്സ്ആപ്പ് വഴി ഭീഷണിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. എൻ്റെ വാർഡ് ഗ്രൂപ്പിൽ ഒരു ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പാറക്കോറി വരുന്നതിൻ്റെ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ എൻ്റെ വാർഡിൽ നിന്നും കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നമ്മുടെ വാർഡിൽ ഒരു പാറക്കോറി വരാൻ പോകുന്നതിൻ്റെ ഹിയറിംഗ് നടക്കുന്നതിനെ പറ്റി മെമ്പർ അറിഞ്ഞില്ലായിരുന്നു, എന്തുകൊണ്ട് ഞങ്ങളെ ആരെയും ഇത് അറിയിച്ചില്ല എന്ന് ചോദിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പാറക്കോറി വരുന്നതിനെ പറ്റി പറയുകയും അതിനെ എതിർക്കണമെന്നും നമുക്കെല്ലാവർക്കും കൂടി കൂട്ടായിട്ട് നിന്ന് അതിനെ എതിർക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആരോ ഗോപിനാഥക്കുറുപ്പ് എന്ന് പറയുന്ന ആളിന് വേണ്ടി ഫോർവേഡ് ചെയ്തു. ആ മെസ്സേജ് ആൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുകയും അതിന് ഞാൻ മറ്റുള്ള ക്വാറിയിൽ നിന്നും പൈസകൾ കൈക്കൂലിയായിട്ട് വാങ്ങുകയാണെന്നും അത് അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചാൽ അവരും തരാമെന്ന് പറയുകയും അതല്ല ഈ ക്വാറിക്ക് എതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബജീവിതം തന്നെ അവരില്ലാതാക്കും എന്നും എന്നെ ഭീഷണിപ്പെടുത്തി. ഇത് ഞാൻ പഴയനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയും നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് പ്രസിഡന്റ് അവതരിപ്പിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പാറക്കോറി മാഫിയ നമ്മുടെ നാട്ടിൽ വരുന്നതിനെ തടയണം എന്ന് തന്നെയാണ് പറയുന്നത്. തൃശൂർ വടക്കഞ്ചേരി എങ്കക്കാട് HMNC കോർണറിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ശിവ, ഹസൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. ഓട്ടുപാറയിൽ നിന്നും ഇന്നലെ രാത്രിയോടെയാണ് പിടികൂടിയത്. കളത്തിപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞന്റെ 4 മാസത്തോളമായി അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നാണ് പ്രതികൾ 15.5 പവൻ കവർന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മോഷണം നടന്നത്. കാലാവസ്ഥാ രേഖപ്പെടുത്തലും അവലോകനവും നടത്തുന്നതിന് പുറമെ അക്കാര്യം ഹാം റേഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് തൊടുപുഴ സ്വദേശി. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാലും സേവനം മുടക്കമില്ലാതെ ലഭിക്കുമെന്നതാണ് ഹാം റേഡിയോയുടെ പ്രത്യേകത. ഫോട്ടോഗ്രാഫിയും പുസ്തകവായനയുമൊക്കെ പലർക്കും ഹോബിയാണ്. എന്നാൽ തൊടുപുഴയിലെ റിട്ടയർഡ് അധ്യാപകൻ കൂടിയായ പ്രൊഫസർ MT ജോണിന് ഹാം റേഡിയോ ആണ് ഹോബി. ലോകമെമ്പാടുമുള്ള മറ്റ് റേഡിയോ ഓപ്പറേറ്റർമാരുമായി ആശയവിനിമയം നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ലൈസൻസ് നേടി പതിറ്റാണ്ടുകളായി ഹാം റേഡിയോ പ്രവർത്തിപ്പിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചിലരിലൊരാൾ കൂടിയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മുൻ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ MT ജോൺ. 2005 മുതൽ ദിവസേന കാലാവസ്ഥയും രേഖപ്പെടുത്തി തുടങ്ങി. 8 വർഷങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥാ പഠനം കൂടി തുടങ്ങുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രതിദിനമുണ്ടാകുന്ന മഴയുടെയും വെയിലിന്റെയും അളവ് ശേഖരിക്കാനും രേഖപ്പെടുത്താനും സാധിച്ചു. ഓരോ ദിവസവും കിട്ടുന്ന ആ മഴയുടെ അളവ് അത് ഞാനൊരു ഡയറി കുറിച്ച് വയ്ക്കും. ഒരു മാസം ആയി കഴിയുമ്പോൾ ഒരു മന്ത്ലി ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിൽ ഓരോ ഡേറ്റിലും പെയ്ത മഴയുടെ അളവ് കാണിച്ചിരിക്കും. അങ്ങനെ ഓരോ മാസത്തെയും പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ആനുവൽ ചാർട്ട് ഈ ഓരോ മാസത്തെയും 12 മാസത്തെയും മഴയുടെ അളവ് കാണിച്ച് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും.
അതിനുശേഷം ഞാൻ ആ ഡാറ്റ ഉപയോഗിച്ച് ഇത് മുൻ വർഷങ്ങളിലെ ഈ മഴയുടെ കണക്കുമായിട്ട് അത് താരതമ്യപ്പെടുത്തും. അപ്പം മഴ കുറവായിരുന്നോ കൂടുതലായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തമായി തയ്യാറാക്കിയ ലളിത സംവിധാനത്തിലൂടെയാണ് ഇദ്ദേഹം മഴവെള്ളം ശേഖരിച്ച് അളന്നു കുറിക്കുന്നത്. സീസൺ അനുസരിച്ച് ഒരു വർഷത്തെ 4ആയി തിരിച്ച് കണക്കുകൾ പ്രത്യേകം ബുക്കുകളിൽ ചാർട്ടായിട്ടാണ് രേഖപ്പെടുത്തുക. ഔദ്യോഗിക കണക്കുമായി യോജിച്ചു പോകുന്നതാണ് തന്റെ റിപ്പോർട്ടുകളെന്ന് പ്രൊഫസർ ജോൺ അവകാശപ്പെടുന്നു. ശേഖരിക്കുന്ന വിവരങ്ങൾ അന്നന്ന് തന്നെ ഹാം റേഡിയോ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കും. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ഹാം റേഡിയോ വഴി സാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വീടിന്റെ ടെറസ് കൃഷിയിടമാക്കുകയാണ് ഒരു കൂട്ടം യുവ കർഷകർ. വെള്ളമില്ലാത്ത പ്രതിസന്ധിക്ക് പുറമെ കാട്ടുപന്നി ശല്യം കൃഷിക്ക് ഭീഷണിയായതോടെയാണ് പാലക്കാട് തൃത്താല കുമരനെല്ലൂരിലെ കർഷകർ ടെറസിൽ ഞാറ്റടി തയ്യാറാക്കി പുതിയ പരീക്ഷണത്തിന് മുതിർന്നത്. ആവശ്യത്തിന് ജലസേചനമില്ല, പോരാത്തതിന് കാട്ടുപന്നി ശല്യവും. ഇതോടെ പൊറുതിമുട്ടിയ പാലക്കാട്ടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരാണ് വീടിന്റെ ടെറസ് കൃഷിയിടമാക്കി മാറ്റിയത്. പായ്ഞ്ഞാറ്റടി തയ്യാറാക്കി വയലിൽ 2 തവണ വിത്തിറക്കിയെങ്കിലും എല്ലാം പന്നിക്കൂട്ടം നശിപ്പിച്ചു. ഇതോടെയാണ് കർഷകർ പുതിയ പരീക്ഷണത്തിന് മുതിർന്നത്. ടെറസിന് മുകളിൽ ഷീറ്റ് വിരിച്ച് അതിൽ ചകിരിച്ചോർ നിരത്തിയാണ് വിത്ത് വിതച്ചത്. ഇതിപ്പോ പന്നിശല്യം കാരണം പാടത്ത് ഞാറിടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെറസിന്റെ മേലെ ഷീറ്റും ട്രേ ഒക്കെ വിരിച്ചിട്ട് ചകിരിച്ചോറ് ഇട്ടിട്ട് അതിന്റെ മേലെയാണ് വിത്തിട്ടിട്ട് മുളപ്പിക്കുന്നത്. ഇതാകുമ്പോൾ നനക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ ഇടുമ്പോൾ വരുന്നത്. ടെറസിന്റെ മേലൊക്കെ ഞാറിടുക പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാടത്ത് 10 ഏക്കർ കൃഷി ചെയ്യാനാണ് ലക്ഷ്യമിട്ടത്. കൃഷിഭവനിൽ നിന്നും ലഭിച്ച നെൽവിത്ത് മുളയ്ക്കാത്തതിനാലും കൂട്ടമായി എത്തിയ പന്നികൾ നശിപ്പിച്ചതിനാലും മതിയായ തോതിൽ ഞാറ് ലഭിക്കാത്തതുമൂലവും പാടത്ത് കൃഷി ചുരുങ്ങി. ടെറസിന് മുകളിലും വീട്ടുമുറ്റത്തുമായി പായ്ഞ്ഞാറ്റടി തയ്യാറാക്കിയ കുമരനെല്ലൂരിലെ ചില കർഷകർ കഴിഞ്ഞ ദിവസം യന്ത്രം ഉപയോഗിച്ച് നടീൽ നടത്തിയിരുന്നു. ഇനി വേലികെട്ടി സംരക്ഷിക്കേണ്ട അധിക ചെലവും കർഷകർ വഹിക്കണം. പന്നിശല്യത്തിന് ശാശ്വത പരിഹാരം ഇല്ലാത്തിടത്തോളം നെൽകർഷകരെ സംബന്ധിച്ച് കൃഷി വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ന്യൂസ് 18 പാലക്കാട്. ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വോട്ട് ചെയ്യാൻ വന്ന 5000-ഓളം ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു. ഒരു കാര്യത്തിലും ഇനി സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കില്ല. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ ആളുകളുടെ നിക്ഷേപങ്ങൾ തുടരണോ എന്നുകൂടി ഞങ്ങൾ ഗൗരവതരമായി ആലോചിക്കും. ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ 18 മുതൽ 21 ബാങ്കുകൾ വരെയാണ് CPM പിടിച്ചെടുത്തത്. ആ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ അറിയാം, വലിയ സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്ക് ആ ബാങ്കുകൾ കൂപ്പുകുത്തുകയാണ്. അപ്പോൾ സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പുകയും ചെയ്യാം. ഞങ്ങളിതിനെ നിയമപരമായും ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നേരിടും. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ മുന്നോട്ട് പോകണമോ എന്ന്, അവിടെ നിക്ഷേപം തുടരണമോ എന്ന് ഞങ്ങളുടെ അനുഭാവികൾക്ക് നിർദ്ദേശം കൊടുക്കണോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി ആലോചിക്കും. ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അട്ടിമറി ജയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. കോൺഗ്രസിലെ തന്നെ ഒരു വിമത വിഭാഗവും CPM പിന്തുണയോട് കൂടിയിട്ടാണ് അവിടെ എല്ലാവരും പറഞ്ഞത്. ഒരാളല്ല, മന്ത്രി, മുൻമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എല്ലാവരും. ആ ആൾ അങ്ങോട്ട് പോയില്ല, കോൺഗ്രസിൽ ചേർന്നു.
അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത്? CPM ചേർന്നിരുന്നെങ്കിലോ? CPM-ലേക്ക് സ്വാഗതം ചെയ്തില്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിടുവായിത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയുക. ഇത് രണ്ടും ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസ്യനായി ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത്. ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആങ്കറായിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയറായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അത് സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞൊരു കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അത് മാത്രം കട്ട് ചെയ്ത് CPM പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ, ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ, ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിതൊന്നും, ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആന്റണിയോടും ചോദിച്ചില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ BJP രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത്. ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ. ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ, ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. മറ്റേ LDF-ൻ്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, BJP-യിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. പിറ്റേ ദിവസം EP ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്ക് മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ. അൺകണ്ടീഷണലായി, ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല, ഇനി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു. അതെന്താ തെറ്റ്? അത് നിങ്ങളിത് അയാൾ CPM-ലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, ഞങ്ങളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്, സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത് ഈ സന്ദീപ് വാര്യറിന് CPM നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൂടി കിട്ടിയല്ലോ. ഇപ്പോൾ അതുകൂടി കിട്ടിയപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പുറത്തോട്ട്. തമാശയുടെ ആണ് ഞാൻ പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അൺകണ്ടീഷണലാണ് വരവ്. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, KPCC പ്രസിഡന്റാണ് പറഞ്ഞത്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ തന്നെ ഉണ്ടാവും. ആലോചിക്കുമെന്ന് ഞാൻ പറയാം. അതിനെക്കുറിച്ച് ആലോചിക്കും. അല്ല, എന്തിനാ ഇങ്ങനെ സർക്കാരിനും വേണ്ടാത്ത സഹകരണ ജനാധിപത്യവും സഹകരണ ബാങ്കും ഞങ്ങൾക്ക് എന്തിനാ? 21 ബാങ്കാണ് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത്, പോലീസിനെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത്. ആ ബാങ്കൊക്കെ ഇപ്പോൾ എങ്ങനെ നടക്കണമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്നു തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. മുൻ കേന്ദ്രമന്ത്രി വരെ ക്രിമിനലുകളെ ഉപയോഗിച്ച് തള്ളി നീക്കി, MP വരെ തള്ളി നീക്കിയിട്ട് ക്രിമിനലുകൾ വന്ന് വോട്ട് ചെയ്ത് ബാങ്ക് പിടിച്ചെടുത്തത്. അങ്ങനെ പിടിച്ചെടുത്ത ബാങ്ക് അങ്ങനെ അങ്ങ് പോകണ്ടെന്ന് ഞങ്ങൾ കൂടി തീരുമാനിച്ചാലോ? ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് കലാപാഹ്വാനത്തിനല്ല പറഞ്ഞത്, അവരന്ന് വെല്ലുവിളിച്ചിരുന്നു CPM. അപ്പോൾ CPM ഞങ്ങളെ പ്രവർത്തകരെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത് KPCC പ്രസിഡന്റ്. അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞത്.
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA കുറിച്ച് മാത്രം പ്രസംഗിച്ച പിണറായി വിജയൻ ഇപ്പോൾ CAA എന്ന് മിണ്ടുന്നില്ല. അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കിട്ടിയില്ല, ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും ഒഴുകിപ്പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. ഇപ്പം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ, സംഘപരിവാറിനെ സുഖിപ്പിക്കൽ, ഇതെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ്, ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു, ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ പാണക്കാട് തങ്ങൾ മോശക്കാരനായി. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് UDF ഇട്ടു പോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു CPM. അപ്പോൾ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന ഉറച്ച നിലപാടെടുത്ത്. അതിൻ്റെ അസ്വസ്ഥതയാണ്. അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ്. അതിനല്ലേ ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് PR ഏജൻസിയെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിച്ചതും നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഹിന്ദുവിൽ അഭിമുഖം കൊടുത്ത് കേരളത്തിനെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞതും അതിനല്ലേ പറഞ്ഞത്. അത് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതാണ്. അത് എപ്പോൾ മാറുന്നു എന്ന് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ CPMൻ്റെയും പിണറായി വിജയൻ്റെയും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓന്തിൻ്റെ നിറം മാറുന്ന വേഗത്തിൽ നോക്കിയിരുന്നാൽ മതി. നാളെ എന്തായിരിക്കും പറയാൻ പോണെന്ന് അറിയില്ല. മാറി മാറി പ്രീണനമാണ്. വേറെ ആരും ഇല്ലാത്ത സ്ഥിതിയിലായ പാർട്ടി. ഞാനത് കണ്ടില്ല. എന്നോടൊരാൾ പറഞ്ഞു. എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി 15 നാഴിക മാത്രമേ ഉള്ളെന്നാണ്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ്. അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, പെരുമാൾ ഭരണം അത് വലിയ ഇലക്ഷൻ നടക്കുമല്ലേ, വലിയ പോരാട്ടം നടക്കുകയല്ലേ, ആ സമയത്തല്ലേ പറയേണ്ടത്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയല്ലേ. നിങ്ങൾ ഇഷ്ടമുള്ള വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുക. എനിക്ക് തോന്നിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാം. അത് നിങ്ങളുടെ വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് കഴിവൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുക. എനിക്കറിയില്ല, ഞാനത് പറയേണ്ട, അതൊക്കെ KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലൊന്നും മറുപടി പറയില്ല. പക്ഷേ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആവേശഭരിതരാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര അസ്വസ്ഥത? മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആരോ, ഒരു വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ കോൺഗ്രസ് വിട്ടു വന്നപ്പോഴും നിങ്ങൾ ഇതുപോലെ കൊടുത്തില്ലേ? 1 മണിക്കൂർ അല്ല ലൈവ് കൊടുത്ത്, എൻ്റെ പോലും കൊടുത്തിട്ടില്ല ഇന്നേ വരെ. അതൊക്കെ അങ്ങനെയല്ലേ? അതെനിക്കറിയില്ല. അത് KPCC പ്രസിഡന്റിനോട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ നേരത്തെ, താങ്കളൊരു ചോദ്യം ചോദിച്ചല്ലോ, ഒരു രണ്ടുപേരും ചോദിച്ചു, എങ്ങനെയാണ് കോൺഗ്രസ് ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചത്? ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടി വരും. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ടും VD സതീശൻ സംസാരിച്ചു. സന്ദീപ് സീറ്റ് തേടി എത്തിയ ആളല്ല, ഉപാധികളില്ലാതെ എത്തിയ ആളാണെന്നും നേരത്തെ തന്നെ സന്ദീപിന്റെ പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെന്നും ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചന കൂടി VD സതീശൻ ഇപ്പോൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഒപ്പം സാദിഖ് അലി തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത് RSS പ്രീണനത്തിന്റെ ഭാഗമെന്നുകൂടി ആരോപിക്കുന്നു VD സതീശൻ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ഫാസ്റ്റ് ന്യൂസ്. കൃഷ്ണേന്ദു എത്തും. നമസ്കാരം.